ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 73-ാമത്തെ ക്ലാസ്സായിരുന്നു. 4ഉം 5ഉം ശ്ലോകങ്ങൾ പഠിച്ചു. 5-ാമത്തെ ശ്ലോകത്തിൽ പ്രചേതസ്സുകൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് രുദ്രഗീതം പാടിക്കൊണ്ട് തപസ് ചെയ്തു. ആ ഭഗവാനോടുള്ള ഭക്തിയും അവരുടെ തപസ്സും കാരണം വേനൻ പോലും മോചിതനായി എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നും കരകയറി. വേനൻ എല്ലാ സദാചാര്യങ്ങളെയും സ്വന്തം പാപങ്ങളും മഹർഷിയുടെ ശാപമൊക്കെ കൊണ്ട് മരിച്ചു വീണവനാണ് ഈ വേനൻ. ആ വേനന് പോലും നരകത്തിൽ നിന്നും കരകയറാൻ പറ്റി. പിന്നെ രാജധാനിയിൽ വന്നതായ നാരദൻ്റെ ഉപദേശം കൊണ്ട് പരമാത്മജ്ഞാനവും നേടി. അതായത് ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്തു, മോക്ഷം കിട്ടുകയും ചെയ്തു എന്ന് അർത്ഥം. അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് 5-ാമത്തെ ശ്ലോകം. ഇന്ന് നമുക്ക് പഠിക്കേണ്ട 6, 7, 8 ശ്ലോകം. 6-ാമത്തെ ശ്ലോകം വായിക്കാം. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാഹ പതകേന്ദ്രവാഹനഃ വിരാജിചക്രാദിവരായുധാംശുഭിഃ ഭുജാഭിരഷ്ടാവിരുദഞ്ജിതദ്യുതിഃ. കൃപാബലേന ഏവ പുരഃ. കൃപാബലേനൈവ പുരഃ പ്രചേതസാം പ്രകാശം ആഗാഹ പ്രകാശമാഗാഹ പതകേന്ദ്രവാഹനഃ വിരാജി ചക്രാദിവരായുധാംശുഭിഃ. ചക്രം തുടങ്ങിയ വരങ്ങൾ ചക്രം തുടങ്ങിയ ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഭുജാഭിഹി അഷ്ടാഭിഹി ഉദഞ്ചിതദ്യുതിഃ. 8 കൈകളോടുകൂടി. എങ്ങനെയുള്ള കൈകളത്? സൂര്യ തേജസ്സോടുകൂടി പ്രകാശിക്കുന്ന, പ്രകാശത്തോടുകൂടിയ ആ പ്രകാശത്തോടുകൂടി വിരാജിക്കുന്നവനായി, ആ ഗരുഡൻ്റെ മുകളിൽ ഇരിക്കുന്നവനായി, സൂര്യ തേജസ്സോടുകൂടി തിളങ്ങുന്ന ആ ഭഗവാനെ, അതാണ് കൃപാബലേനൈവ പുരപ്രചേതസാം. കൃപാബലേന, അങ്ങയിൽ വർദ്ധിച്ച ഭക്തി അല്ലെങ്കിൽ അങ്ങയുടെ വർദ്ധിച്ച കൃപാബലം കൊണ്ട്, ഏവ തന്നെ, പുരഹ മുൻപിൽ, പ്രചേതസം പ്രചേതസ്സുകളുടെ മുൻപിൽ, പ്രകാശം ആഗാഹ. ആഗാഹ എന്ന് പറഞ്ഞാൽ ഗമിച്ചു. പ്രകാശം ആഗാഹ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിലേക്ക് ഗമിച്ചു അല്ലെങ്കിൽ പ്രകാശത്തെ ഗമിച്ചു. പ്രത്യക്ഷനായി എന്ന് അർത്ഥം. ഒറ്റവാക്കിൽ പ്രത്യക്ഷനായി. എങ്ങനെ? പതകേന്ദ്രവാഹനഃ. പതകം പക്ഷിയാണ്. ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെയാണ് പതങ്കങ്ങൾ എന്ന് പറയുന്നത്. പക്ഷിയുടെ ഇന്ദ്രൻ എങ്ങനെയാണോ ദേവന്മാരുടെ ഇന്ദ്രൻ ദേവേന്ദ്രനാകുന്നത്, അതുപോലെ പക്ഷികളുടെ ഇന്ദ്രൻ പക്ഷീന്ദ്രൻ, പതകേന്ദ്രൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ പതകേന്ദ്ര വാഹനായി. ആ പതങ്ക ആരാണത്? ഗരുഡൻ. പക്ഷികളുടെ രാജാവ് അല്ലെങ്കിൽ ഇന്ദ്രനായ ആ ഗരുഡനെ വാഹനമാക്കി, ഗരുഡ വാഹനനായി. വിരാജി, വിരാജി വിശേഷണ രാജിക്കുന്നവനായി. ചക്രാദിവരായുധ അംശുഭിഃ. ചക്രം മുതലായ ആയുധങ്ങളോട് കൂടിയവനായി. ഭുജാഭിഹി, ഭുജങ്ങൾ കൈകൾ. അഷ്ടാഭിഹി, 8 കൈകളോട് കൂടിയവനായി. ഉദഞ്ചിത ദ്യുതിഹി, ദ്യുതി പ്രകാശം, ഉദഞ്ചിതം എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്സോടുകൂടി പ്രകാശിക്കുന്ന എന്നർത്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാഹ പതകേന്ദ്രവാഹനഃ
വിരാജിചക്രാതിവരായുധാംശുഭിः ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതിः. ഇവിടെ ഭഗവാന്റെ ആ കൃപ കൊണ്ട് മാത്രം പ്രചേതസ്സുകളുടെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷനായി, ഗരുഡവാഹനനായിട്ട് പ്രത്യക്ഷനായി വിരാജിക്കുന്നു. അപ്പം ഈ ശ്ലോകം ഓർക്കുക. വനമാലി ഗതി ശാങ്കി ചങ്കി ചക്രീ ച നന്ദകി. എന്തൊക്കെയാണ്? ഇതെല്ലാം ധരിച്ചവനായി കാണപ്പെട്ടു. അപ്പം കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാകാഗഹ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രാപിക്കുക, ഗമിക്കുക എന്നൊക്കെ അർത്ഥം. പതകേന്ദ്രവാഹനഃ വിരാജിചക്രാതിവരായുധാംശുഭിः വിരാജിചക്രാതിവരായുധാംശുഭിः ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. ഇവിടെ വനമാലി ഗതി ശാങ്കി ശങ്കി ചക്രീജ നന്ദകി ശ്രീമൻ നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷതു. അതായത് ദേവി അപ്പോൾ ഇവിടെ കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാഹ പതകേന്ദ്രവാഹനഃ വിരാജിചക്രാതിവരായുധാംശുഭിः ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. ഭക്തവാത്സല്യത്താൽ അങ്ങ് പ്രചേതസ്സുകളുടെ മുൻപിൽ ഗരുഡാരൂഢനായി ശംഖചക്രാദികളാകുന്ന മഹാ ആയുധങ്ങൾ ധരിച്ച് 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം. പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാദ്വരാനദാകാം ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമതാം. ഇവിടെ പ്രചേതസാം താവത് അയാചതാം അപി ത്വം ഏവ ത്വമേവ കാരുണ്യപരാത് വരാൻ അദാഹ. പ്രചേതസ്സുകൾക്ക് മുൻപിൽ അപ്പോൾ അയാചത, യാചത എന്ന് പറഞ്ഞാൽ യാചിക്കുന്നവരായിട്ട്, അയാചത യാചിക്കാത്തവരായി, ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല, ഒന്നും യാചിക്കാത്തവരായിട്ടും, അതാണ് അഭി, ആയിട്ടും ത്വം ഏവ അങ്ങ് തന്നെ കാരുണ്യപരാത് വർദ്ധിച്ച കാരുണ്യത്താൽ അല്ലെങ്കിൽ കാരുണ്യ ആധിക്യത്താൽ എന്തു ചെയ്തു? വരാൻ അദാഹ വരങ്ങളെ നൽകി പ്രചേതസ്സുകൾക്ക്. ഭവത് വിചിന്താഭി, ഭവത് വിചിന്താഭി ശിവായ ദേഹിനാം, ദേഹിനാം ശിവായ ഭവതു. എപ്പോൾ? വിചിന്താഭി ചിന്തിക്കുന്നവർക്ക്, വിശേഷേണ ചിന്തിക്കുന്നവർക്ക്. ആരെപ്പറ്റി? പ്രചേതസ്സുകളെ പറ്റി സ്മരിക്കുന്നവർക്ക്, സ്മരിക്കുന്ന മനുഷ്യർക്ക്. ദേഹിനാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ശിവായ ഭവതു മംഗളത്തെ ഭവിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ എന്ന്. പ്രചേതസാന്താവതയാചതാമപി ത്വമേവ കാരുണ്യപരാദ്വരാനദാഹ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാം. അവർ വരമൊന്നും അപേക്ഷിക്കാതെ ഇരുന്നിട്ടും ഭക്തവത്സലനായ അങ്ങ് കേവലം
നിങ്ങളുടെ സ്മരണ കൊണ്ട് തന്നെ, അതായത് പ്രചേതസ്സുകളെ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ, കേവലം നിങ്ങളുടെ സ്മരണ കൊണ്ട് മാത്രം ലോകത്തിന് നന്മ വരട്ടെ. പ്രചേതസ്സുകളെ സ്മരിച്ചാൽ ലോകത്തിന് നന്മ കിട്ടും, നന്മ വരട്ടെ. രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട സ്തോത്രം ഉരുവിടുന്നവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കട്ടെ. ഇത് പ്രചേതസാന്താവതയാചതാമഭി ത്വമേവ കാരുണ്യപരാദ് വരാനദാഹ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുതിശ്ച കാമദാ. ഭവത് വിചിന്താഭി ശിവായ ദേഹിനാം ഭവതു അസൗ രുദ്രനുതിഹി ച കാമദ. ആ രുദ്രഗീതത്തെ ഏതൊരുവനാണോ ചൊല്ലുന്നത് അവന് കാമദാ ഭവതു, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന. ഇത് നമുക്കെല്ലാവർക്കും കൂടിയുള്ള പ്രാർത്ഥനയാണ്. പ്രചേതസാന്താവതയാചതാമഭി ത്വമേവ കാരുണ്യപരാദ്വരാനദാഹ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുതിശ്ച കാമദാ. അവർ വരമൊന്നും അപേക്ഷിക്കാതെ ഇരുന്നിട്ടും ഭക്തവത്സലനായ അങ്ങ് കേവലം നിങ്ങളുടെ സ്മരണ കൊണ്ടും തന്നെ ലോകത്തിന് നന്മ വരട്ടെ. രുദ്രനാൽ ഉപദേശിക്കപ്പെട്ടപ്പോൾ സ്തോത്രം, ആ ഉപദേശിക്കപ്പെട്ട രുദ്രഗീതം ഉരുവിടുന്നവർക്ക് സർവാഭീഷ്ടങ്ങളും സാധിക്കട്ടെ. ഇത് ഇപ്രകാരം അനുഗ്രഹങ്ങൾ നൽകി എന്ന് 7-ാമത്തെ ശ്ലോകം. 8-ാമത്തെ ശ്ലോകം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യതേതി നഗതോമുദൈവതാൻ. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാ രമധ്വം ദശലക്ഷവത്സരീം സുതഃ അസ്തു ദക്ഷഃ നനു തത് ക്ഷണാത് മാം ച മാം പ്രയാസ്യഥ ഇതി നഗതഃ അമുദൈവതാൻ. നഗതോമുദൈവതാൻ. ഇവിടെ അവാപ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്, കാന്ത എന്ന് പറഞ്ഞാൽ ഭാര്യ, തനയ എന്ന് പറഞ്ഞാൽ പുത്രി, മഹീരുഹ, മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, രുഹം മുളച്ചത്, ഭൂമിയിൽ മുളച്ചത്, വൃക്ഷങ്ങളെന്നർത്ഥം. തയ അവളോട്, രമധ്വം രമിച്ചിട്ട്, ദശലക്ഷവത്സരി 10 ലക്ഷം വത്സരങ്ങൾ, വർഷങ്ങൾ അവളോടുകൂടി രമിച്ചിട്ട്, സുതഃ അസ്തു ദക്ഷഃ, ദക്ഷൻ എന്നൊരു പുത്രനുണ്ടാകും. നനു തക്ഷണാച്ചമാം, അപ്പോൾ തക്ഷണാത് ഇമ്മീഡിയറ്റ്ലി, അപ്പോൾ തന്നെ, മാം പ്രയാസ്യത എന്നെ പ്രാപിക്കൂ. നഗതാമുദൈവതാന് ഇപ്രകാരം പറഞ്ഞു, മോദത്തോടുകൂടി പറഞ്ഞു. അതാ മുദൈവ, മോദത്തോടുകൂടി പറഞ്ഞു. അവാപ്യ കാന്താം തനയാ മഹീരുഹാം തയാ രമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യതേതി നഗതോമുദൈവതാന്. ഇവിടെ ഈ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചു അല്ലേ? അവാപ്യകാന്ത. വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ ഭാര്യയായി സ്വീകരിച്ച് അവളോടൊത്ത് 10 ലക്ഷം സംവത്സരം സന്തോഷിച്ചു വസിക്കുക. അവളിൽ ദക്ഷൻ എന്നൊരു മകൻ ജനിക്കും. അപ്പോൾ തന്നെ എന്നിൽ വന്നു ചേരുക എന്നിങ്ങനെ അവരിൽ അത്യധികം സന്തുഷ്ടനായി തീർന്ന
ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ഇനി ആരാണ് ഈ മാരിഷ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ പുത്രി എന്ന് നമുക്ക് നോക്കണ്ടേ. അതായത് ഒരു മഹർഷി ഉണ്ടായിരുന്നു, കണ്ടു എന്ന് പറയുന്ന ഒരു മഹർഷി. ആ മഹർഷിക്ക് പ്രംളോജ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഭാര്യ. പ്രംളോജ എന്ന സ്ത്രീയിലുണ്ടായ മകളാണ് മാരിഷ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു കഥയാണ്. ഈ ഭാര്യയെ കണ്ടു മഹർഷി ശകാരിച്ചു എന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? പ്രംളോജ ആ ആശ്രമത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇറങ്ങി ആകാശത്തിൽ കൂടി അങ്ങനെ പോകുമ്പം തൻ്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന വിയർപ്പ് തുള്ളികളെല്ലാം ചെന്ന് മരം തോറുമുള്ള ചെറുചില്ലകളിലെ ഇളം ചെന്തളിരുകൾ കൊണ്ട് തുടരെ തുടച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ചില്ലകളിലൊക്കെ ചെന്ന് വീണു. ആ സമയം മഹർഷിയിൽ നിന്ന് നേരത്തെ തന്നെ ആദാനം ചെയ്തിരുന്ന ഗർഭം, അവൾ ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, അവളുടെ അംഗങ്ങളിൽ നിന്ന് വിയർപ്പ് തുള്ളികളായി നിർഗമിച്ചു. അങ്ങനെയായിരുന്നല്ലോ മഹർഷികളുടെ സമയത്ത്. ആ ഗർഭത്തെ വൃക്ഷങ്ങൾ ഗ്രഹിച്ചു. വൃക്ഷങ്ങളെടുത്ത് വളർത്തി പരിപുഷ്ടമായി, വായു അതിനെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി. എന്നിട്ട് ചന്ദ്രികയേറ്റ് അത് പരിപുഷ്ടമായി, അത് വളർന്നു. ആ ഗർഭം ഒരു സ്ത്രീ രൂപമായി തീർന്നു. അങ്ങനെ വൃക്ഷാഗ്രത്തിൽ നിന്നും ജന്മമെടുത്തവൾ ആണ് മാരിഷ. അപ്പോൾ ആ മാരിഷയ്ക്ക് അപ്പോൾ എന്താ പറഞ്ഞേ? വൃക്ഷപുത്രിയായ ഭാര്യയോടൊത്ത് 10 വർഷക്കാലം രമിച്ചു വസിക്കുക എന്നൊരു വരം കൊടുത്തു. പിന്നെ അതായത് വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് അവളോടുകൂടി 10 സംവത്സരം രമിച്ചു വാണുകൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടോ നനു തക്ഷണാച്ചമാം, അപ്പോൾ തന്നെ അതിന് ശേഷം അതായത് ദക്ഷൻ എന്ന് പറഞ്ഞൊരു മകനുണ്ടാകും. ആ മകൻ ജനിച്ചതിന് ശേഷം തക്ഷണാത് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ മാം പ്രയാസ്യത എന്നെ പ്രാപിക്കൂ. ഇപ്രകാരം നഗതഹ അമുദൈവതാൻ. നഗത എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അമുദൈവ എന്ന് പറഞ്ഞാൽ മോദമായിട്ട് സന്തോഷത്തോടുകൂടി പറഞ്ഞു എന്നർത്ഥം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യതേതി നഗതോമുദൈവതാൻ. വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ ഭാര്യയായി സ്വീകരിച്ച് അവളോടൊത്ത് 10 ലക്ഷം സംവത്സരം സന്തോഷിച്ച് വസിക്കുക. അവളിൽ ദക്ഷൻ എന്നൊരു പുത്രൻ ജനിക്കും. അപ്പോൾ തന്നെ എന്നിൽ വന്ന് ചേരുക, എന്നിൽ വന്ന് വിലയം പ്രാപിച്ചാലും അതായത് മോക്ഷം പ്രാപിച്ചാലും എന്നർത്ഥം. എന്നിങ്ങനെ അവരിൽ അത്യധികം സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ അനുഗ്രഹിച്ചു. അവിടുന്ന് അനുഗ്രഹിച്ചു അല്ലേ ഗുരുവായൂരപ്പ എന്ന മേൽപ്പത്തൂർ ചോദിക്കുന്നത്. അപ്പം രുദ്രഗീതം എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തത്? യാചിക്കാത്തവരായിട്ടും അവർക്ക് വേണ്ട വരങ്ങളെയൊക്കെ കൊടുത്തു. പിന്നെ ഏത് മനുഷ്യരാണോ പ്രജാതസ്സുകളെക്കുറിച്ച് സ്മരിക്കുന്ന അവർക്ക് മംഗളങ്ങൾ ഭവിക്കും. പിന്നെ രുദ്രഗീതം പാടുന്നവർക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കും, കാമങ്ങളെല്ലാം നടക്കും. പിന്നെ വൃക്ഷങ്ങളുടെ മകളെ ഭാര്യയായി ലഭിച്ച് അവളിൽ 10 ലക്ഷം വർഷം രമിച്ചു വസിക്കും. പിന്നെ അവളിൽ ഒരു പുത്രനുണ്ടാകും. ഈ 10 പേർക്കും കൂടി ഒറ്റയൊരു ഭാര്യ മാരിഷ. അവർക്ക് ഒരു മകനുണ്ടാകും. ആ മകൻ്റെ പേര് ദക്ഷൻ എന്നാണ്. ദക്ഷൻ എന്ന ഒരു മകനുണ്ടാകും. അതിനുശേഷം മാം എന്നെ പ്രയാസ്യത എന്നെ പ്രാപിക്കൂ. നഗതഹ മുദൈവതാൻ സന്തോഷത്തോടുകൂടി ഇപ്രകാരം അങ്ങ് പറഞ്ഞു അല്ലേ ഗുരുവായൂരപ്പ എന്ന് ചോദിക്കുന്നു. ബാക്കി 2 ശ്ലോകമുണ്ട്, അത് പിന്നെ എടുക്കാം. ഇവിടെ 3 ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് അർത്ഥം പറയാം.
കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാഹപദകേന്ദ്രവാഹനക വിരാജിചക്രാതിവരായുധാംശുഭിः ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതിः. ഇവിടെ ഭക്തവാത്സല്യത്താൽ ഭഗവാൻ പ്രചേതസ്സുകൾക്ക് ഗരുഡവാഹനനായി പ്രത്യക്ഷപ്പെട്ടു. കൈകളിലെല്ലാം ഈ നമ്മളുടെ ആയുധങ്ങളെല്ലാം പറയുമ്പോൾ നമ്മൾ ഈ ശ്ലോകം ഓർക്കുക. വിഷ്ണു സഹസ്രനാമത്തിലെ വനമാലി ഗതി ശാംഖി ശംഖി ചക്രീ ച നന്ദകി, ഈ പറയുന്ന എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ഗരുഡാരൂഢനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. പിന്നെ പറയുന്നുണ്ട് വിരാജി. വിരാജി എന്ന് പറഞ്ഞാൽ വിശേഷണ രാജിക്കുന്നവൻ. ഭുജാഭിരഷ്ടാവിരുദ്യുതി ഉദഞ്ജിതദ്യുതി. ഭുജം കൈകൾ, അഷ്ടം എട്ട് കൈകളോട് കൂടിയവനായി. ഉദഞ്ജിതദ്യുതി എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്സോടുകൂടി പ്രകാശിക്കുന്നവനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. പ്രചേതസാന്താവതയാചതാമഭി ത്വമേവ കാരുണ്യപരാദ്വരാനദാകാം ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുദിശ്ച കാമതാം കാരുണ്യപരാത് വരാൻ അദാഹ ഭവത് വിചിന്താഭി ശിവായ ദേഹിനാം ഭവതു അസൗ രുദ്രനുതി ചാ കാമത. അവർ വരമൊന്നും അപേക്ഷിക്കാതെ ഇരുന്നിട്ടും ഭക്തവത്സലനായ ഭഗവാൻ കേവലം നിങ്ങളുടെ സ്മരണ കൊണ്ട് മാത്രം ലോകത്തിന് നന്മ വരട്ടെ, രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട രുദ്രഗീതം എന്ന സ്തോത്രം പാടുന്നവർക്ക് അല്ലെങ്കിൽ ഉരുവിടുന്നവർക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കട്ടെ എന്നിങ്ങനെ അനുഗ്രഹങ്ങൾ നൽകി. അടുത്ത ശ്ലോകം. അവാപ്യകാന്താം തനയാ മഹീരുകാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ചമം തത് ക്ഷണാത് ചാ മാം പ്രയാസ്യത ഇതി പ്രയാസ്യതേതി ന്യഗതോ മുദൈവതാൻ. വൃക്ഷങ്ങളുടെ പുത്രിയായ മാരിഷയെ ഭാര്യയായി സ്വീകരിച്ച് അവളോടൊത്ത് 10 ലക്ഷം സംവത്സരം സന്തോഷിച്ചു വസിക്കുക. അവളിൽ ദക്ഷൻ എന്നൊരു പുത്രൻ ജനിക്കും. അപ്പോൾ തന്നെ എന്നിൽ വന്ന് വിലയം പ്രാപിച്ചാലും എന്നിങ്ങനെ അവർക്ക് എല്ലാവിധ സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ അവരെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു. ഇനി 3 ശ്ലോകം ഒന്നിച്ചൊന്നും കൂടി വായിക്കാം. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാഹപദകേന്ദ്രവാഹനക വിരാജിചക്രാതിവരായുധാംശുഭിः ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതിः പ്രചേതസാന്താവതയാചതാമഭി ത്വമേവ കാരുണ്യപരാദ്വരാന്നതാകാം ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമത. ഈ ശ്ലോകം ഒന്നും കൂടി പിരിച്ച് പറയാം, കാരണം നിങ്ങൾ എത്ര പറഞ്ഞു തന്നാലും തെറ്റിക്കും. അതുകൊണ്ട് ഭുജാഭിഹി അഷ്ടാഭിഹി ഉദഞ്ജിതദ്യുതിഹി, അവിടെ അതൊന്നിച്ച് ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതിഹി. ഇനി താവത് അയാചതാം അഭി താവതയാചതാമഭി ത്വം യവ ത്വമേവ കാരുണ്യപരാത് വരാൻ അദാഹ കാരുണ്യപരാദ്വരാനദാഹ ഭവത് വിചിന്താഭി ഭവദ്വിചിന്താഭി ദ്വി വരും അവിടെ. ശിവായ ദേഹിന അവിടെയൊന്നുമില്ല. ഭവതു അസൗ ഭവത്വസൗ രുദ്രനുദിഹി ച രുദ്രനുദിശ്ച. ഇനി സുതഃ അസ്തു സുതോസ്തു ദക്ഷഃ നനു തക്ഷണാത് ച മാം. അതാണ് തക്ഷണാച്ച ഇച്ച വന്നത്. ത പ്ലസ് ച വന്ന പതിച്ചായി മാറിയതാണ് സന്ധി നിയമം. പ്രയാസ്യഥ ഇതി പ്രയാസ്യതേതി നഗതഃ അമുദൈവതാന് മോദത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. നഗത എന്ന് പറഞ്ഞാൽ നിഗതിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞു.
ഇതാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.